ഹലോ ഗായ്സ്, എല്ലാവർക്കും 1 Mile 1 Ticket പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. സോ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയുടെ എൻഡിൽ ഞാൻ പറഞ്ഞിരുന്നു പൊന്മുടിയുടെ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല. നമ്മൾ ഇനി ഒരു സീക്രട്ട് സ്പോട്ടിലേക്ക് പോവാണ്. അതിനുശേഷം നമ്മൾ പൊന്മുടി ഹിൽസിലേക്ക് പോവാണെന്ന്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് രണ്ടാമത്തെ ഹിഡൻ സ്പോട്ടായ കുതിരക്കാനിലേക്കാണ്. അതെ, കുതിരക്കാൻ എന്നാണ് ആ സ്പോട്ടിന്റെ പേര്. ഈ ലൊക്കേഷനിലേക്ക് അധികം ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം എൻ്റെ കൂടെ ആരൊക്കെയാണ് ഉള്ളതെന്ന്. അറിയാത്തവർക്ക് വേണ്ടി ശ്രീ വിശാഖുണ്ട്, നവീനുണ്ട്, അനന്തുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ രണ്ടാമത്തെ ഹിഡൻ സ്പോട്ടിലേക്ക് പോകാൻ പോയപ്പോഴാണ് ഈ ബിൽഡിംഗ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ അനന്തോട് ഞാൻ ചോദിച്ചു, അനന്ത് ഇത് എന്തിൻ്റെ ബിൽഡിംഗ് ആണെന്ന്. അപ്പോൾ അനന്തു എന്നോട് പറഞ്ഞത് ആക്ച്വലി ഇവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട്, ബട്ട് കറൻ്റ്ലി ഇപ്പോൾ ഗസ്റ്റുകളൊന്നും ഓക്യുപ്പൈ ചെയ്യുന്നില്ലെന്നാണ് അവർ പറഞ്ഞത്. ആർക്കെങ്കിലും എസ്റ്റേറ്റിൻ്റെ ഉള്ളിലുള്ള ഈ ഹോം സ്റ്റേയിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നവിൻ്റെയോ ശ്രീ വിശാഖിൻ്റെയോ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. ഇവർ നിങ്ങൾക്ക് വേണ്ടിയുള്ള സഹായങ്ങളെല്ലാം ചെയ്തു തരും. കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ യൂട്യൂബ് ഫാമിലിയോട് ഞാനൊരു റിക്വസ്റ്റ് ചെയ്തിരുന്നു. എൻ്റെ വീഡിയോ കാണുന്നത് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ദയവിത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ താങ്ക് യു പറഞ്ഞ് തന്നെയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഈ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഈ യൂട്യൂബ് ഫാമിലിക്ക് കുറേയധികം പുതിയ മെമ്പേഴ്സ് കൂടി വന്നിട്ടുണ്ട്. വീഡിയോസ് ഇഷ്ടപ്പെട്ട് കുറേയധികം മെമ്പേഴ്സ് നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ ജോയിൻ ചെയ്ത പുതിയ ഫാമിലി മെമ്പേഴ്സിന് എൻ്റെ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളിനി പോകാൻ പോകുന്നത് രണ്ടാമത്തെ സീക്രട്ട് സ്പോട്ടായ കുതിരക്കാനിലേക്കാണ്. ഞാൻ നവിയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ സ്ഥലത്തിനെ കുതിരക്കാൻ എന്ന് വിളിക്കുന്നതെന്ന്. അപ്പോൾ അവ എന്നോട് പറഞ്ഞത് ഈ സ്ഥലത്തിനെ ആക്ച്വലി കുതിരക്കാൻ എന്നല്ല വിളിക്കുന്നത്, കുതിര കനാൽ എന്നാണ് വിളിക്കുന്നത്. പണ്ട് ബ്രിട്ടീഷ് കാലത്ത് കുതിരകളെ ഇവിടെ കുളിപ്പിക്കാനായി ഈ സ്പോട്ടിൽ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ ഒരു കുതിര ഇവിടെ വീണ് മരിച്ചു പോയിട്ടുള്ളത് കൊണ്ടാണ് ആ സ്ഥലത്തിന് കുതിരക്കനാൽ എന്ന് പേര് വന്നതെന്നാണ് അവൻ പറഞ്ഞത്. ഈ കഥ പണ്ട് അവൻ്റെ മുത്തശ്ശി അവനോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. ഫ്രണ്ട്സ്, ഇത്രയും മനോഹരമായ സ്ഥലത്ത് ഇങ്ങനെ ഒരു ഹിഡൻ സ്പോട്ട്, നല്ല തണുത്തൊഴുകുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടം. ടു ബി ഓണസ്റ്റ്ലി ഫ്രണ്ട്സ്, ഒരു രക്ഷയില്ല, അത്രയ്ക്ക് ഭംഗിയുണ്ട് ഇവിടെ വന്ന് ഈ കാണാൻ. ഈ ഒരു ചെറിയ വെള്ളച്ചാട്ടം ആണെങ്കിലും പക്ഷേ അവിടെ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ഒഴുക്ക് ഒരു രക്ഷയില്ല കേട്ടോ. നല്ല രീതിയിൽ ഒഴുകി വരുന്നുണ്ട് വെള്ളം. ഇതും മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന നാച്ചുറൽ വാട്ടറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മിനറൽസും എല്ലാം അടങ്ങിയിട്ടുള്ള നല്ല ക്ലിയർ ആൻഡ് പ്യുവർ വാട്ടർ തന്നെയാണിത്. ഫ്രണ്ട്സ്, ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഞാൻ ഹാപ്പിയാണ്. കാരണം ഈ നേച്ചറിൻ്റെ ഭംഗിയും ഇത്രയും തണുത്ത വെള്ളവും വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റും എല്ലാം കൊണ്ടും മനസ്സിനെ സമാധാനപ്പെടുത്തുന്നൊരു സ്ഥലമാണിത്. നിങ്ങളെല്ലാവരും കുറച്ച് നേരത്തേക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയ സൗണ്ടൊക്കെ ആയിട്ട് ഒന്ന് വൈബാകും. പൊന്മുടിയിലെ ഫേമസ് ആയിട്ടുള്ള ടീ ഫാക്ടറി ഇതാണ്. പൊന്മുടിയിലേക്ക് വരുന്ന ഓരോ യാത്രക്കാർക്കും അറിയാം ടൂറിസം മാത്രമല്ല ഇവിടുത്തെ പ്രാധാന്യം. ഈ കാണുന്ന ടീ ഫാക്ടറിയും ഇവിടുത്തെ ഒരു പ്രാധാന്യമേറിയ കാഴ്ച തന്നെയാണ്. ഇവിടുത്തെ ഗ്രാമവാസികളുടെ ഉപജീവന മാർഗവും കൂടിയാണ് ഈ ടീ ഫാക്ടറി. കണ്ടാലും തീരാത്ത കാഴ്ചകളുമായി ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ നിന്ന് ഇനി പൊന്മുടി ഹിൽസിലേക്കുള്ള യാത്രയിലാണ്. ഇനി ഇവിടെ നിന്ന് ബാക്കിയുള്ള ഹെയർ പിൻസുകൾ കടന്ന് നമ്മൾ പൊന്മുടി ഹിൽസിലേക്കുള്ള യാത്ര. കാണാ കാഴ്ചകൾ കാട്ടിത്തന്ന ഈ ഗ്രാമത്തിന് 1000 നന്ദി. ഫ്രണ്ട്സ്, ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊന്മുടി ഹിൽസിലേക്കാണ്. ഏകദേശം സീ ലെവൽ 3609 അടി ഉയരത്തിലാണ് പൊന്മുടി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫ്രണ്ട്സ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല മഞ്ഞു മൂടിയ കാഴ്ചകളും നല്ല തണുത്ത കാറ്റുകളൊക്കെ നമുക്ക് കിട്ടുന്നത്. ഒട്ടുമിക്ക യാത്രക്കാരും ഈ കാഴ്ചകളും ഈ ഒരു ഫീലും കിട്ടാൻ വേണ്ടി തന്നെയാണ് പൊന്മുടിയിലേക്ക് വരുന്നത്. ഈവൻ ഞാനും പൊന്മുടിയിലേക്ക് വന്നത് ഈ ഒരു കാഴ്ചയും ഈ ഒരു ഫീൽ കിട്ടാൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പൊന്മുടിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോസ് കൂടി കാണാൻ ശ്രമിക്കുക. ആ വീഡിയോസുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെ പൊന്മുടിയിലേക്ക് വരാമെന്നും പൊന്മുടിയിൽ നിന്നുള്ള ബസ് സർവീസുകളുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ മറക്കരുത്.
ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വഴിയിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒത്തിരി ചെറിയ ചെറിയ കടകൾ കാണാം. അവിടെ നല്ല ഉപ്പിലിട്ട മാങ്ങയും ഉപ്പിലിട്ട പൈനാപ്പിളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല ചായയും കടിയും എല്ലാം ഉണ്ട്, വെള്ളവും ഉണ്ട്. നിങ്ങൾക്ക് ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡിനും വെള്ളത്തിനൊന്നും ഒരു ക്ഷാമവും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇത് മേടിച്ച് കുടിക്കാൻ ഇവിടെ സാധിക്കും. അതും വളരെ അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ. ഒത്തിരി പൈസയൊന്നും അവർ അങ്ങനെ മേടിക്കുന്നില്ല. അവർ അതിലിട്ടിരിക്കുന്ന മാർക്കറ്റ് പ്രൈസ് തന്നെയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒട്ടുക്കത്തെ പൈസയായിരിക്കും അവർ നമ്മുടെ അടുത്ത് മേടിക്കുന്നത്. ഉയരം കൂടുന്തോറും കാഴ്ചയുടെ ഭംഗി കൂടുന്ന പോലെ തന്നെ ഉയരം കൂടുന്തോറും സാധനങ്ങളുടെ വില കൂടുന്ന ചില കടക്കാരുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് അങ്ങനെയൊന്നും കാണാൻ സാധിക്കില്ല. പിന്നെ അവർ ഇത്രയും എഫേർട്ട്ലി അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ കുറച്ച് പൈസ കൂടുതൽ മേടിക്കും. പക്ഷേ എന്നാലും മറ്റ് ഹിൽ സ്റ്റേഷനുള്ള പോലെ നമ്മളെ ഒത്തിരി അങ്ങ് അറുത്ത് കൊല്ലില്ല. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ കാഴ്ച ആസ്വദിക്കുന്നുണ്ടോ? അപ്പുറം ഇപ്പുറവും നല്ല തണലുള്ള മരവും നടുക്ക് നല്ല നീളത്തിലുള്ള റോഡും. എന്തായാലേ ഡ്രൈവിങ്ങിനുള്ളൊരു ഫീല്. ശ്രീവിശാഖാണ് വണ്ടി ഓടിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവൻ നിർത്തി പറയും, ചേട്ടാ അത് ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ്, ചേട്ടാ ഇനി വരാൻ പോകുന്ന വ്യൂ അടിപൊളിയാണ്. ശരിക്കും അവൻ വളരെ ത്രില്ലിലാണ് ഈ വണ്ടി ഓടിക്കുന്നത്. ഇവിടെ ജനിച്ചു വളർന്നവരാണെങ്കിലും പൊന്മുടി എപ്പോഴും അവർക്കും ഒരു അത്ഭുതമാണ്. മുമ്പിലേക്ക് പോകുന്തോറും അവൻ ഓരോരോ ഡെസ്റ്റിനേഷൻ എത്തുമ്പോഴും പറയും, ദേ ഏട്ടാ ഇങ്ങോട്ടേക്ക് ക്യാമറ തിരിക്കുക, അങ്ങോട്ടേക്ക് ക്യാമറ തിരിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര നല്ല കാഴ്ചകൾ എനിക്ക് കാണിച്ചു തരാൻ സാധിക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പോകുന്നത് പൊന്മുടി ഹിൽസ് കാണാനായി വരുന്ന ഒട്ടുമിക്ക സഞ്ചാരികളും കാണാൻ പോകുന്ന മറ്റൊരു സ്പോട്ടിലേക്കാണ്. ഇതാണ് ശരിക്കും പൊന്മുടിയിലേക്കുള്ള റൂട്ട്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നതാണ് പൊന്മുടിയുടെ KTDCയുടെ ഗസ്റ്റ് ഹൗസുകൾ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന സ്ഥലം. അതെ, നിങ്ങൾ ഈ കാണുന്നതാണ് ഫ്രണ്ട്സ് KTDCയുടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഹോട്ടലുകൾ അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന റൂംസുകൾ. പൊന്മുടിയുടെ ടൂറിസം മേഖല എത്രമാത്രം ഡെവലപ്പ് ആകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ ഈ കാണുന്ന ബിൽഡിങ്ങുകൾ. പൊന്മുടിയിലേക്ക് വരുന്ന ഓരോ ഗസ്റ്റുകളുടെയും ഓരോ മൊമെൻറ്റ്സുകളും മെമ്മറബിൾ ആക്കാൻ വേണ്ടി തന്നെയാണ് പൊന്മുടി ടൂറിസം ഇതുപോലെയുള്ള സൗകര്യങ്ങൾ നമുക്കായി തയ്യാറാക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇറങ്ങി ചെല്ലുന്നത് ഒരു വ്യൂ പോയിന്റിലേക്കാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പൊന്മുടി ഹിൽസ് മാത്രമല്ല നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒത്തിരിയധികം മലകളും കാഴ്ചകളും കാണാൻ സാധിക്കുമെന്ന് അനന്തു എന്നോട് പറഞ്ഞു. അതാണ് അനന്തു എൻ്റെ കൂടെ ഇങ്ങനെ നടന്നു വരുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം അവിടെ എന്തൊക്കെയാണുള്ള കാഴ്ചകളെന്ന്. മഴയൊരു വില്ലനാകുമെന്ന് എല്ലാവർക്കും ഒരു പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു നമുക്ക് അധികം ഇവിടെ നിൽക്കേണ്ട, നമുക്ക് നേരെ ഇനി പൊന്മുടി ഹിൽസിലേക്ക് പോകാം. അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മഴ പെയ്താലും നല്ല കോടയും നല്ല വിഷ്വൽസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇനി മുകളിലേക്ക് പോവുകയാണ്. പക്ഷേ പൊന്മുടിയിലേക്ക് വരുന്ന എല്ലാവരും മഴയെ പ്രതീക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പൊന്മുടിയിലെ കാഴ്ചകൾ മിസ്സാവും. കാരണം പൊന്മുടിയിൽ മഴയും കോടയും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റോഡ് കാണാൻ സാധിക്കില്ല. പിന്നെ പൊന്മുടി ഹിൽസിലേക്ക് കയറ്റിവിടില്ല. അവർ വന്ന വഴിയെ തിരിച്ചു പോകാൻ പറയും. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ കാണുന്നത് പൊന്മുടിയുടെ പോസ്റ്റ് ഓഫീസാണ്. അത് ക്ലോസ്ഡ് ആണ്. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഒരു കത്ത് അയച്ചേനെ. ശരിക്കും അതൊരു നല്ല ഫീലായിരിക്കും അല്ലേ? നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ നിന്നൊരു ലെറ്റർ നമ്മുടെ വീട്ടിലേക്ക് അയക്കുന്ന അവിടുത്തെ സീലും സ്റ്റാമ്പൊക്കെ അടിച്ചിട്ട് നമുക്കതൊരു മെമ്മറബിളായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ചാനലിൽ ഇനി വരാൻ പോകുന്ന ഓരോ സ്ഥലത്തിൻ്റെയും അവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് നമ്മളൊരു കത്ത് എഴുതി എൻ്റെ അഡ്രസ്സിലേക്ക് ഞാൻ അയക്കും. നോക്കട്ടെ നമുക്ക് എത്രമാത്രം ലെറ്റേഴ്സ് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും അങ്ങനെ അല്ലേ? നല്ല മഴക്കാറ് കാണുന്നുണ്ട്. വിച്ചു പറഞ്ഞു നമുക്ക് എന്നാൽ അപ്പറിലേക്ക് പോകാം, അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല വിഷ്വൽസ് കിട്ടുമെന്ന്. അപ്പോൾ ഇനി മുകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അപ്പറിലേക്ക് ചെന്ന് കഴിയുമ്പോൾ എന്തൊക്കെ ഫെസിലിറ്റീസ് നമുക്ക് അവിടെ കിട്ടുമെന്ന് കൂടി നമുക്ക് കാണാം. നമ്മൾ വന്നപ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് കണ്ടില്ലേ? അത് ശരിക്കും ഗോൾഡൻ വാലിയിൽ നമ്മൾ എടുക്കുന്ന ടിക്കറ്റ് ഇവരിവിടെ എക്സാമിൻ ചെയ്യും. ഇവിടെ വണ്ടികളുടെ നമ്പറുകൾ നോട്ട് ചെയ്യും. എന്നിട്ട് ഈ വണ്ടികളെല്ലാം തിരിച്ചു പോയെന്ന് അവർ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ പൊന്മുടി ക്ലോസ് ചെയ്യുള്ളൂ. അത് വെരിഫൈ ചെയ്യാനുള്ള സെക്യൂരിറ്റിയും ആൾക്കാരും എല്ലാം തന്നെ അപ്പറിലുണ്ട്. നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. അവരുടെ അനുഭവങ്ങളും കൂടി നമുക്കൊന്ന് അറിയാം.
ഫൈനലി ഫ്രണ്ട്സ്, നമ്മൾ പൊന്മുടി ഹിൽസിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് അപ്പറിലേക്ക്. നമ്മളിപ്പോൾ താഴത്ത് നിന്നപ്പോഴും അവിടെ ആ ചേച്ചി ചോദിച്ചത് നിങ്ങൾ അപ്പറിലേക്കാണോ പോകുന്നതെന്നാണ്. അതായത് ഇവിടെ അപ്പർ എന്നാണ് പറയുന്നത്. നമുക്ക് ഇവിടെ വണ്ടി പാർക്കിങ്ങൊക്കെ ഉണ്ട്. നമുക്ക് വണ്ടി പാർക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ഇവിടെ വണ്ടി പാർക്കിങ്ങിനൊക്കെ എത്രയാണ്? ബൈക്ക് പാർക്ക് ചെയ്യുന്നതിന് 20 രൂപയും കാറ് പാർക്ക് ചെയ്യുന്നതിന് 40 രൂപയും. വേറെ എന്തെങ്കിലും എക്സ്ട്രാ ചാർജസ് വരാറുണ്ടോ? എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല. ക്യാമറ ഉണ്ടെങ്കിൽ അതിന് ചാർജസ് ഉണ്ട്. അത് 70 രൂപയും വീഡിയോയ്ക്കാണെങ്കിൽ 500 രൂപ. ഇവിടെ ബസ്സിൽ വരുന്ന ആൾക്കാർ വരുന്ന ആൾക്കാർക്ക് ഒരാൾക്ക് 40 രൂപ പാസ്സാണ്. കുട്ടികൾക്കാണെങ്കിൽ 20 രൂപ. ഇത് എത്ര മണിക്കൂർ നിൽക്കാന്ന് വല്ലതും ഉണ്ടോ അവിടെ? അങ്ങനെ ഒരു ടിക്കറ്റിന് സാധാരണ 3 മണിക്കൂറാണ് പറയണത്. 3 മണിക്കൂറുള്ളത് ആൾക്കാർ വരുന്ന പോലെ. പ്രവീണ ചേച്ചിയാണ് ഇപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നെ കേട്ടോ. ഇനി നമ്മൾ പൊന്മുടി അപ്പറിലേക്ക് വന്നാൽ എന്തൊക്കെ കാണാൻ സാധിക്കുമെന്നും എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെന്നും നമുക്കൊന്ന് അറിയാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ബോർഡ് കാണാൻ സാധിക്കും. ഇവിടെ കഫറ്റീരിയ ഉണ്ട്, എക്കോ ഷോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ മിനി തിയേറ്റേഴ്സ്, ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, ഡ്രിങ്കിങ് വാട്ടർ, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ആൻഡ് ഐസ്ക്രീം പാർലേഴ്സ് ഉണ്ട്. ഫ്രണ്ട്സ്, നമുക്ക് എന്തായാലും ആദ്യം കഫറ്റീരിയയിലോട്ട് പോയി നോക്കാം. അവിടെ എന്തൊക്കെ കിട്ടും നോക്കട്ടെ. കഫറ്റീരിയയിൽ നല്ല രീതിയിൽ തിരക്കുണ്ട് ഗൈസ്. ഞങ്ങൾ വന്ന ഉച്ചയ്ക്കാണ്, അതുകൊണ്ട് ആൾക്കാരെല്ലാം വിശന്നിരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഓർഡറുകൾ കൊടുക്കുന്നുണ്ട്. ആൾക്കാർ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും തിരക്കൊന്ന് കുറഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടുത്തെ ചേച്ചിയോട് ചോദിക്കാം എന്തൊക്കെയാണ് മെനു നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതെന്ന്. കപ്പ ചമ്മന്തി, കപ്പ ചിക്കൻ, പൂരി ചിക്കൻ കറി, പൂരി മസാല, ഓംലേറ്റ്, ബ്രെഡ് ഓംലേറ്റ്, കട്ടൻ ചായ, കട്ടൻ കറി. ഇവിടുന്ന് ബില്ല് ചെയ്തിട്ട് അവിടെ കൊടുക്കും. പിന്നെ സ്നാക്സ്, പഴംപൊരി, ഇലയട, കായ് ബജി. ഇവിടുത്തെ കിച്ചണിൽ ഞാൻ ചെന്നപ്പോൾ വളരെ തനതായ രീതിയിലാണ് ഇവിടുത്തെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. വിറകടുപ്പിലാണ് ചേട്ടൻ പൂരി ഉണ്ടാക്കുന്നുണ്ട്, ചേച്ചി ഇവിടെ കപ്പ എടുക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ചിക്കൻ കറി എന്തൊക്കെയാണ് കൊടുക്കുന്നത്. അതായത് ഓർഡർ വന്നതനുസരിച്ച് ഇവിടെ ഓർഡർ കൊടുക്കുന്നതിൻ്റെ തിരക്കിലാണ് എല്ലാവരും. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഇനി അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നമുക്ക് നേരെ ഓർഡർ കൊടുത്തിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകാം. അങ്ങനെ ഞങ്ങളും ഫുഡിനുള്ള ഓർഡർ കൊടുത്തിട്ട് ഞങ്ങൾ ഈ പുറത്ത് ടെൻറ്റിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾ കൊടുത്ത ഓർഡർ പൂരിയും കപ്പയായിരുന്നു. നവീന് പൂരി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീവിശാഖിന് കപ്പ, ആനന്ദുവിന് കപ്പ, പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് പൂരി മതി. ശരിക്കും 2 ഫ്ലേവേർഡ് ഫുഡ് മേടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയിട്ടെടുക്കാൻ എളുപ്പമാണ്. കാരണം എനിക്ക് കപ്പ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അതെടുക്കാം. ഇപ്പോൾ ശ്രീവിശാഖിന് പൂരി വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ അതെടുക്കാമല്ലോ. സോ ഞങ്ങൾ അങ്ങനെയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പോയത് എക്കോ ടൂറിസത്തിൻ്റെ വനശ്രീയിലേക്കാണ്. വനശ്രീ എന്താണെന്ന് ഈ ചേച്ചി പറഞ്ഞു തരും. ഇത് എക്കോ ടൂറിസത്തിൻ്റെ വനശ്രീയാണ്. വനശ്രീ യൂണിറ്റ്, അതായത് വനവിഭവങ്ങൾ വനത്തിലുള്ളവർ ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇതിലൂടെ വിൽപ്പന നടത്തുന്നു. അപ്പോൾ ശേഖരിച്ചുകൊണ്ടുവരുന്ന സാധനങ്ങൾ ഡിവിഷനിൽ കൊണ്ട് കൊടുത്തിട്ട് അവിടെ നിന്നാണ് പാക്ക് ചെയ്ത് ഇതുപോലെയുള്ള വനശ്രീകളിൽ കൊടുക്കുന്നത്. ഇതുപോലെയുള്ള ഇവിടുത്തെ അല്ലെങ്കിലും ഇതുപോലെയുള്ള ഓരോ VSS വനസംരക്ഷണ സമിതികളിലൂടെയും എക്കോ ടൂറിസങ്ങളിലൂടെ തദ്ദേശവാസികൾ ശേഖരിക്കുന്ന വിഭവങ്ങളാണ് ഈ വനശ്രീ വഴി കൊടുക്കുന്നത്. ഈ കാണുന്നതാണ് വനശ്രീ യൂണിറ്റ്. ശരിക്കും നമുക്കൊരു വീക്കെൻഡോ അവധിയോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുന്നത്. പക്ഷേ ഒട്ടുമിക്കപ്പോഴും നമുക്ക് ഫേസ് ചെയ്യേണ്ട പ്രശ്നമെന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഹിൽ സ്റ്റേഷൻസുകൾ അടച്ചിടുന്നതും ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ഹിൽ സ്റ്റേഷനുകളിൽ നമുക്ക് പ്രവേശനം ലഭിക്കാതെ പോകുന്നതാണ്. ഒരു സഞ്ചാരി എന്ന നിലയിൽ ഞാൻ ഇത് ഇവിടുത്തെ ഒരു സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയി തന്നെയാണ് എനിക്ക് പൊന്മുടിയെക്കുറിച്ച് പറഞ്ഞു തന്നത്. ആ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോവാം. എൻ്റെ പേര് ശ്രീകുമാരൻ എന്നാണ്. ഞാൻ ഇവിടെ ഒരു 6-7 വർഷമായിട്ട് ഈ വനസംരക്ഷണ സമിതിയുടെ ഈടായി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഈ പൊന്മുടിയെ സംബന്ധിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വനസംരക്ഷണ സമിതിയുടെ പലജാതി, അതായത് വിവിധ പണികൾ. അതിൽ ദിവസവും, അതായത് നമുക്കൊരു മാസം പോസ്റ്റ് ചെയ്യുന്ന ടേൺ ലിസ്റ്റ് അനുസരിച്ചാണ് ജോലി ചെയ്യുക. അപ്പോൾ ആ ജോലി എന്ന് പറയുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ പിന്നെ പാർക്കിങ്ങിലായിരിക്കാം, ചിലപ്പോൾ ടവറിലായിരിക്കാം, ചിലപ്പോൾ ഹെലിപ്പാഡിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പണികൾ ഇങ്ങനെ ചുമതലപ്പെടുത്തുന്ന പണി ഓരോ ഗൈഡുകളും ചെയ്യേണ്ടതുണ്ട്. അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു പണി ഞാനും ചെയ്യുന്നു. എത്ര സ്റ്റാഫുകളാണ് ഇവിടെ മൊത്തം? ഇപ്പോൾ നേരത്തെ 190ഓളം ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെയും കല്ലാർ, മൊട്ടമോട്, പൊന്മുടി VSS കേന്ദ്രമാക്കി ഉണ്ടായിരുന്നു. ഒരുപാട് പേര് അതിൽ മരണപ്പെട്ടു പോവുകയോ കുറേ പേര് അസുഖബാധിതരായി മാറുകയോ അങ്ങനെ കുറേ പേര് പോയിട്ട് അംഗസംഖ്യ കുറവാണ്. ശരി, നമ്മൾ എന്തിനാണ് ശരിക്കും പൊന്മുടി വരുന്നത്? ഇവിടെ വന്നാൽ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ അന്തരീക്ഷം, കാലാവസ്ഥ പ്രധാന വിഷയം. രണ്ടാമത്, അതായത് ഒരു ഭൂപ്രകൃതി തന്നെ ഒരു ആകർഷണം
പ്രത്യേകിച്ച് പൊന്മുടിക്കുണ്ട്. അതാണ് അതൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ. പിന്നെ മഞ്ഞുള്ള കാലാവസ്ഥയാണെങ്കിൽ വളരെയധികം സുഖപ്രദമായ കാലാവസ്ഥയാണ്. അങ്ങനെ ഓർക്കാപ്പുറത്തുള്ള മഴയോ അല്ലെ അങ്ങനെയുള്ളതൊന്നുമില്ല. അതിൽ സുഖപ്രദമായ കാലാവസ്ഥ. അതാണ് പൊന്മുടി ആകർഷിക്കുന്നത്. എന്റെ അനുഭവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ എന്നേക്കാൾ മുതിർന്നവരും കൂടുതൽ വനസംരക്ഷണ സമിതിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രായമുള്ളവരും ഇതിലുണ്ട്. അവരുമായിട്ട് കൂടുതൽ അറിഞ്ഞ് ഇതിനേക്കാൾ കൂടുതൽ പറയാൻ കഴിഞ്ഞേക്കും. ഇവിടെ അനുവദിക്കാത്ത കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് പൊന്മുടി വരുമ്പോ? ഇവിടെ വരുമ്പോൾ മദ്യം അനുവദിക്കുന്നില്ല. മദ്യം നേരത്തെ മുൻകാലങ്ങളിൽ VSS രൂപീകൃതമാകുന്ന ആ കാലഘട്ടങ്ങളിലൊക്കെ ഇതിന് നിയന്ത്രണമില്ല. അങ്ങനെ വരുമ്പോൾ ഫാമിലിയേക്കും അല്ലെങ്കിൽ സ്ത്രീ അങ്ങനെ വരുന്ന ഗസ്റ്റുകൾക്കെല്ലാം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്ന ഒരു കാലം. അതെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വളരെയധികം തയ്യാറെടുപ്പുകൾ വനസംരക്ഷണ സമിതി ചെയ്യുന്നുണ്ട്. അത് കാരണം അതിൻ്റെ ഭാഗമായിട്ട് കല്ലാറിൽ നമ്മുടെ ചെക്ക് പോസ്റ്റിൽ ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലത്ത് തന്നെ ചെക്ക് ചെയ്ത് ഈ മദ്യവും ഈ കാര്യങ്ങളും മദ്യം, പുകയില, സിഗരറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നീക്കം ചെയ്തിട്ട് ഗസ്റ്റുകളെ മേളിലോട്ട് അനുവദിക്കുന്നു. അത് ഒരു കാരണവശാലും പൊന്മുടി VSS അനുവദിക്കില്ല. ശരി, ഏറ്റവും കൂടുതൽ നമ്മൾ പൊന്മുടിയെ കുറിച്ച് അറിയുന്ന ന്യൂസാണ് ഈ ഇടയ്ക്കിടയ്ക്ക് പൊന്മുടി അടച്ചിടുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് അടയ്ക്കുന്നത്? പൊന്മുടി അടയ്ക്കാൻ കാരണമെന്ന് പറയുമ്പോൾ, ഒന്ന് നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് കളക്ടറാണ്. കളക്ടറുടെ നേരിട്ടുള്ള നിർദ്ദേശം അങ്ങനെയോ വനസംരക്ഷണ സമിതി അല്ലെങ്കിൽ ഞങ്ങളുടെ DFO ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അത് നമ്മളുടെ മേളിൽ അത് ചെയ്യണമെന്ന് പറയുന്നു. നമ്മളത് ചെയ്യുകയാണ്. അതിന് പ്രത്യേകിച്ച് കാരണമെന്ന് പറയുമ്പോൾ ഇത് എക്കോളജിക്കൽ ഫ്രജൈലാണ്ട് EFL ആണ്. EFL പ്രദേശമായതുകൊണ്ട് ഏത് സമയത്ത് മണ്ണിടിയുകയോ, അതായത് പരിസ്ഥിതി ദുർബല പ്രദേശമാണ്. ഈ മണ്ണിടിയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാലാവസ്ഥ ദുരന്തങ്ങൾ അനുഭവിച്ച് ഗസ്റ്റുകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാനാണ് അങ്ങനെ അടയ്ക്കുന്നത്. ശരി, നമുക്ക് പൊന്മുടിയിൽ നല്ല നല്ല പാക്കേജുകളുണ്ടോ ട്രക്കിങ്ങിനൊക്കെ? ഉണ്ട്. ട്രക്കിംഗ് പാക്കേജ് ഇപ്പോൾ 4 വിഭാഗങ്ങളിലായിട്ടാണ് ഇവിടെ ഉള്ളത്. 1 വരയാട് മുട്ട, 2 മരുത്വാമല, 3 മണച്ചാല, 4 സീതാതീർത്ഥമാണ്. അതിപ്പോൾ 5 പേരുള്ള ഒരു പാക്കേജ് വരയാട് മുട്ട എന്ന് പറയുകയാണെങ്കിൽ 5 പേർക്കുള്ള ഒരു പാക്കേജിന് 5000 രൂപയാണ് ഇപ്പോൾ നിജപ്പെടുത്തിയിട്ടുള്ള ഫീസ്. അപ്പോൾ ഇത് ഇപ്പം ഈ ഏർപ്പെടുത്തിയിട്ടുള്ള പാക്കേജുകളിൽ ഇത്തിരി റിസ്ക്കുള്ള ഒരു പാക്കേജാണ് ഈ വരയാട് മുട്ട എന്ന് പറയുന്നത്. അത് 8 മണിക്കൂറോളം സമയം അനുവദിച്ചിട്ടുണ്ട്. അത് വരണമെങ്കിൽ തലേ ദിവസം ബുക്ക് ചെയ്തതിന് ശേഷം രാവിലെ 7 മണിയോടുകൂടി ഈ താഴെയുള്ള നമ്മുടെ ടിക്കറ്റ് എടുക്കുന്ന ചെക്ക് പോസ്റ്റിൽ വരണം. ചെക്ക് പോസ്റ്റിൽ വന്നതിന് ശേഷം അവരവിടെ നിന്ന് ഗൈഡുകൾ അനുവദിക്കും. ആ ഗൈഡുകൾ അനുവദിക്കപ്പെട്ട, അതായത് നിർദ്ദേശിക്കപ്പെട്ട ഗസ്റ്റുകളുണ്ടല്ലോ, ഈ ഗസ്റ്റുകളും ഗൈഡുമായിട്ട് ഏതാണ്ട് ഏറെക്കുറെ നടന്നു തന്നെയാണ് പോകേണ്ടത്. നടന്നു പോയിട്ട് തിരിച്ചു വരുന്ന സമയമാണ് 8 മണിക്കൂർ കൊടുത്തിട്ടുള്ളത്. അത് വരയാട് മുട്ട 1. അതിൽ അഡീഷണൽ പാക്ക് ഒരാളിന് 1000 രൂപ കൊടുക്കണം. അങ്ങനെയെങ്കിൽ ഒരാളിനെ കൂടെ കൂടുതൽ അനുവദിക്കും. സ്പെഷ്യൽ പാക്കേജ് ഉണ്ട്. സ്പെഷ്യൽ പാക്കേജ് എന്ന് പറയുമ്പോഴത്തേക്കും 2000 രൂപ കൊടുത്താൽ ഒരാളിനെ കൊണ്ടുപോകുന്ന, അത് ഈ അനുവദിക്കപ്പെട്ട ഒരു സ്പെഷ്യൽ പാക്കേജ്. അത് ഒരാളിന് പോകണമെങ്കിൽ ഒരാൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ പെർമിഷനോട് കൂടി ആ 2000 രൂപയ്ക്കുള്ള ഒരു പാക്കേജിൽ വരാൻ പറ്റാൻ പോകാൻ കഴിയും. അത് എല്ലാ ട്രക്കിങ്ങിനും അത് അനുവദനീയമാണ്. അതേപോലെ ഉണ്ട്. പിന്നെ മണച്ചാല, മരുത്വാമല, സീതാതീർത്ഥം. ഇതിന് മണച്ചാലയ്ക്കും മരുത്വാമലയ്ക്കും 3500 രൂപ വീതമാണ് 5 പേർക്കുള്ള പാക്കേജ്. പിന്നെ 2000 രൂപയാണ് സീതാതീർത്ഥത്തിനുള്ളത്. ഇതിന് മണിക്കൂറുകൾ വ്യത്യാസമുണ്ട്. മരുത്വാമല, മണച്ചാല എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടും 6 മണിക്കൂർ വീതവും സീതാതീർത്ഥത്തിന് 3 മണിക്കൂറുമാണ്. സീതാതീർത്ഥം 2000 രൂപയും മണച്ചാല മരുത്വാമല 3500 രൂപയും വീതമാണ് ഓരോ 5 പേർക്കും അനുവദിച്ചിട്ടുള്ളത്. താഴത്ത് കാണുന്ന വീടുകൾ അല്ലെങ്കിൽ അത് റൂമുകളാണോ? എന്താണ് താഴത്ത് പണി നടക്കുന്നത്? ഇവിടെ താഴെ ഇപ്പൊ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അത് ഞങ്ങളുടെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. അത് KTDCയുടെ കെട്ടിടങ്ങളാണെന്നാണ് അത് കേട്ടിട്ടുള്ളത്. അവിടെ പോയി കണ്ടിട്ടില്ല. അപ്പോൾ ആ KTDCയുടെ ഒരു ബിൽഡിംഗ് അവിടെ പണി തീർന്നിട്ടുണ്ട്. അത് ഗസ്റ്റ് ഹൗസിൻ്റെ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടൊന്നും എനിക്കറിയാം. പാക്കേജുകൾ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് കോൺടാക്ട്? പാക്കേജ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ തരാം. അതല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ നമ്മുടെ ഗോൾഡൻ വാലി ഓഫീസിൽ ബന്ധപ്പെടുകയോ, അതല്ലെങ്കിൽ നമ്മുടെ മേളിലുള്ള ചെക്ക് പോസ്റ്റിൽ ബന്ധപ്പെടുകയോ, അല്ലെങ്കിൽ നമ്മുടെ വനശ്രീ എക്കോ ഷോപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്താൽ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ കിട്ടും. അതായത് നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഓൺലൈൻ ചെയ്യാം. ഓൺലൈൻ സംവിധാനമുണ്ട്. ഡയറക്റ്റ് നമുക്ക് ഇവിടെ വന്നിട്ട് ചെയ്യാം. ഇപ്പൊ സീതാതീർത്ഥമൊക്കെ ആണെങ്കിൽ വന്നിട്ട് അന്ന് ചെയ്താലും മതി.
അത് ഈ ഞാൻ പറഞ്ഞല്ലോ റിസ്ക് ഉള്ള ഒരു ട്രക്കിംഗ് എന്ന് പറയുമ്പോൾ വരയാട് മുട്ടയാണ്. അവിടെ മാത്രം മുൻകരുതൽ വേണം. അതിനുവേണ്ടി തലേദിവസം ചെയ്യുകയാണെങ്കിൽ രാവിലെ വരുന്ന ഗസ്റ്റുകൾ എന്നെ ആവശ്യമായ ഭക്ഷണവും വെള്ളവും കൊണ്ടുവരണം. ഗസ്റ്റുകൾ റെഡിയായി നിൽക്കും, കൊണ്ടുപോയാൽ മതി. അത്രയേ ഉള്ളൂ കാര്യം. അങ്ങനെയാണ്. അത് ഇന്നും ഉണ്ടായിരുന്നു. ബസ് ചെയ്ത നിർത്താൻ ട്രക്കിംഗ് ഉണ്ടായിരുന്നു. രാവിലെ പോയിരുന്നു, ഒരു ഉച്ചയ്ക്ക് എത്തി മടങ്ങി, ഗസ്റ്റുകൾ പോയി കഴിഞ്ഞു. അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വ്യൂ പോയിന്റ്സുകൾ നമുക്ക് അവിടെ വ്യൂ പോയിന്റ് ആണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. വ്യൂ പോയിന്റുകളാണ്. വ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ആസ്വദിക്കാൻ കഴിവുള്ളവർക്ക് മാത്രമല്ലേ വ്യൂ. കാണുന്നവർക്ക് മുട്ടയെന്ന് തോന്നിയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് മുട്ട കുന്നാണ് എന്നൊരു തോന്നലുണ്ടെങ്കിൽ അതിന്റെ ആസ്വാദനം മിക്കവരും സാധാരണക്കാർക്ക് അല്ലെങ്കിൽ സാധാരണ കൂലിപ്പണി ചെയ്യുന്ന ആൾ അത് ചിന്തിക്കില്ല. എന്നാൽ ഇത് ആസ്വദിക്കാൻ വേണ്ടി വരുന്നവരെന്ന് പറഞ്ഞാൽ മണിക്കൂറുകളാവാം. നമ്മുടെ ടിക്കറ്റിൽ 3 മണിക്കൂറേ അല്ല ഇവിടെ ഉള്ളൂ. നമുക്കിവിടെ എൻട്രി ടിക്കറ്റ് എന്ന് പറയുമ്പോൾ 40 രൂപയാണ് ഒരാളിന് ഈടാക്കുക. ഈ ആളിന് 3 മണിക്കൂർ സമയമാണ് നമ്മളെ ടിക്കറ്റിൽ അനുവദിച്ചിട്ടുള്ളത്. എങ്കിലും വൈകുന്നേരം വരെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. എന്തെന്നറിയുമോ? ആ ആസ്വാദനത്തിന് സുഖം കൊണ്ടാണ്. അപ്പോൾ പൊന്മുടി തീരെ മോശം എന്ന് പറയാൻ പറ്റൂല. അപ്പോൾ പൊന്മുടി അത്രത്തോളം ആസ്വാദന രംഗത്ത് മികച്ചു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. തിരുവനന്തപുരം ജില്ലയിലാണ്, നമ്മുടെ കണ്ണുമുമ്പിലാണ്. അതുപോലെ ഇനി നമുക്ക് നടന്ന് പൊന്മുടിയുടെ കാടിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം. അധിക ദൂരമൊന്നും പോകാത്ത ഒരു ചെറിയ വോക്കാണിത്. ഈ വോക്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വില്ലനാകാൻ പോകുന്ന ഒരാളെ ഞാൻ നിങ്ങളെ കാണിച്ചതാണ് കുറച്ച് കഴിയുമ്പോൾ. വില്ലൻ എന്ന് പറഞ്ഞാൽ പുള്ളി ചെറിയ വില്ലനൊന്നുമല്ല. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഈ വീഡിയോ എടുത്തതിന് ശേഷം ഏതാണ്ട് 2 ദിവസത്തോളം എൻ്റെ കാലുകളിലുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് മനസ്സിലായി കാണും. എന്നാലും പുള്ളിക്കാരനെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ ശ്രമിക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്സ് കോട ഇറങ്ങി. ഒരു രക്ഷയില്ലാത്ത വൈബാണ്. നിങ്ങൾ കുറച്ച് നേരം ഈ കോടയും ഈ കാടിൻ്റെ ഒരു ഭംഗിയും സൗണ്ടും ഒക്കെ ഒന്ന് കേട്ട് നോക്കുക. ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് ഇതിലൂടെ അങ്ങ് നടക്കാൻ പോവാണ്. ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ വില്ലൻ്റെ ഇതാണ്. പുള്ളിക്കാരൻ നമ്മുടെ പാനിൻ്റെ അകത്തൊക്കെ കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റൂല. പുള്ളിക്കാരൻ ഇരുന്ന് കുടിച്ച് പെരുകും. അതെ, അട്ടയാണ്. പുള്ളിക്കാരൻ്റെ മേത്ത് കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അങ്ങ് ഇറങ്ങിപ്പോവും. അതുകൊണ്ട് തന്നെ ട്രക്കിങ്ങിനും കാര്യങ്ങൾക്കായി പൊന്മുടിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു പിടി ഉപ്പ് എന്തായാലും കയ്യിൽ കരുതുക. ഉപ്പിട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പതുക്കെ അങ്ങ് ഇറങ്ങിപ്പോവും. ഫ്രണ്ട്സ്, മനസ്സിന് കുളിർമ തരുന്ന ഇതുപോലെയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊന്മുടിയിലേക്ക് വരിക. നിങ്ങളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്രയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പൊന്മുടിയിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായും വരാം. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന തണുത്ത മലകളും പച്ചപ്പും പ്രകൃതി ഭംഗിയും നിങ്ങൾക്കായുണ്ട്. ഇന്നത്തെ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻറ്റായി ഞങ്ങളെ അറിയിക്കുക. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവരോടും നന്ദി.